ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 46. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. 1980 നിങ്ങളുടെ വിജയിയായ മാതാവ്. ജനുവരി 1980 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദൈവമാതൃത്വ തിരുനാൾ. 191 നിങ്ങളുടെ വിജയിയായ മാതാവ്. എൻ്റെ വിമലഹൃദയമാകുന്ന സങ്കേതത്തിലേക്ക് പ്രവേശിക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഞാൻ ആഹ്വാനം ചെയ്യുന്ന വൈദികരെ, ഞാൻ സ്നേഹിക്കുന്നവരും അപകടങ്ങൾക്ക് വിധേയരുമായ എൻ്റെ പുത്രന്മാരെ, നിങ്ങളുടെ സ്വർഗീയ മാതാവിൽ വലിയ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ വർഷം ആരംഭിക്കുക. ഇന്നേ ദിവസം എന്നെപ്പറ്റി ധ്യാനിക്കുന്നതിനും ദൈവത്തിൻ്റെ അമ്മ എന്ന നിലയിൽ എന്നെ വണങ്ങുന്നതിനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അമ്മയാണ്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ അമ്മയും. ഞാൻ നിങ്ങളുടെ അമ്മയാണ്, കാരണം എൻ്റെ മകൻ യേശുവിനെ ഞാൻ നിങ്ങൾക്ക് തന്നു. ഞാൻ യേശുവിൻ്റെ അമ്മയായതുകൊണ്ട് നിങ്ങളുടെയും അമ്മയാകുന്നതിന് എനിക്ക് സാധിച്ചു. എൻ്റെ ദിവ്യപുത്രനോടുള്ള മാതാവിനടുത്ത കടമകൾ നല്ലവണ്ണം ഞാൻ നിർവഹിച്ചതുപോലെ എൻ്റെ പുത്രന്മാരായ നിങ്ങളോടുള്ള കടമകളും ഞാൻ ഇപ്പോൾ നിർവഹിക്കണം. ഈ വർഷാരംഭത്തിൽ എൻ്റെ സന്തോഷകരമായ മാതൃത്വ രഹസ്യത്തിലാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും നിങ്ങളുടെ പ്രതീക്ഷയുടെയും ഉറവിടം നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ കഠോരമായ സഹനങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഈ സമയങ്ങളിൽ പ്രവേശിക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യമായി എൻ്റെ സഭ കൂടുതൽ രൂക്ഷവും വേദനാജനകവുമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവൾ അധികം സഹിക്കേണ്ടതുണ്ട്. അവളെ സമീപിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനും ഓരോ നിമിഷവും ഞാൻ അവളുടെ സമീപത്തുണ്ട്. എത്ര കൂടുതലായി സഭയ്ക്ക് കാൽവരിയിലേക്ക് കയറേണ്ടതുണ്ടോ അത്ര കൂടുതലായി അവൾക്ക് എൻ്റെ സഹായവും അസാധാരണ സിദ്ധ്യവും അനുഭവപ്പെടും. തൻ്റെ ഏറ്റവും സുന്ദരമായ പുനർജന്മത്തിന് ഒരുക്കമായി ഇപ്പോൾ സഭ അവളുടെ രക്ഷാദായകമായ പീഡാസഹനത്തിന് വിലയേറിയ നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കണം. ഈ സമയത്തിന് വേണ്ടിയാണ് എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരു സുനിശ്ചിത സഹായം കാത്തുവച്ചിരിക്കുന്നത്. അത് യേശുവിൻ്റെ വികാരിയായ മാർപ്പാപ്പയത്രേ. നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിനും ശ്രവിക്കുന്നതിനും അനുകരിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തെ നിങ്ങൾക്ക് ഞാൻ തന്നു. അദ്ദേഹത്തിനും ഇപ്പോൾ ഗെത്സമനിയുടെയും കാൽവരിയുടെയും മണിക്കൂറുകൾ സമീപിക്കുകയത്രേ. എൻ്റെ പ്രിയ സുതരെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശ്വാസവും പ്രതിരോധവും ആയിരിക്കണം. ലോകവും അതിൻ്റെ നാടകീയവും വേദനാജനകവുമായ മണിക്കൂറുകളിലൂടെ ജീവിക്കുന്നതിന് ആരംഭിച്ചിരിക്കുന്നു. ഫാത്തിമയിൽ വെച്ച് ഞാൻ മുൻകൂട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഈ വർഷത്തിൽ സംഭവിക്കും. ഭയപ്പെടേണ്ട, വിശ്വാസത്തോടെ വസിക്കുക. കൊടുങ്കാറ്റിൻ്റെ ഏറ്റവും പ്രചണ്ഡമായ മണിക്കൂറിൽ എൻ്റെ മഹാപ്രകാശം ഉജ്ജ്വലതരവും സ്പഷ്ടതരവുമായി വർദ്ധിച്ചു വരുന്നത് നിങ്ങൾ കാണും. സൂര്യനെ വസ്ത്രമായി ധരിച്ചിട്ടുള്ളവളും ചന്ദ്രനെ പാദപീഠമാക്കിയവളും 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം ശിരസിൽ അണിഞ്ഞിരിക്കുന്നവളുമായ ഒരു സ്ത്രീ. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും വിജയത്തിൻ്റെ അടയാളം. നിങ്ങളുടെ വിജയിയായ അമ്മ തൻ്റെ പ്രിയ സുതരിൽ പ്രഥമനായ മാർപ്പാപ്പയോടുകൂടെ നിങ്ങളെയെല്ലാം ഇവിടെ ഇപ്പോൾ എൻ്റെ വിമല ഹൃദയത്തിൽ ശേഖരിക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ജനുവരി 22, 1980 192 സ്നേഹത്തിൻ്റെ വലിയ വില. വിശ്വാസത്തിൽ നടക്കുക. ഞാൻ മുൻകൂട്ടി സൂചിപ്പിച്ചിരുന്ന സമയം വന്നു. ആകയാൽ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എനിക്ക് വിട്ടുതരിക. ഞാൻ നിങ്ങളുടെ സ്വർഗീയ മാതാവത്രേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപം ഞാനുണ്ട്. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് സംരക്ഷണവും പ്രതിരോധവും നൽകുന്നു. നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ചിന്തിച്ച് വിഷമിക്കേണ്ട, കാരണം എൻ്റെ വിമല ഹൃദയം എല്ലാം ക്രമപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യവർഗം സ്വന്തം കൈകൾ കൊണ്ട് വരുത്തിവെച്ച നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഫാത്തിമയിൽ നിങ്ങളുടെ കാലഘട്ടത്തിൻ്റെ സമാപനത്തെക്കുറിച്ച് ഞാൻ പ്രവചിച്ചിരുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞു. മനുഷ്യവർഗം ദൈവത്തിനെതിരെ മർക്കടമുഷ്ടിയോടെ നടത്തുന്ന വിപ്ലവത്തിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന മാർഗഭ്രംശം പരമകാഷ്ഠയിലെത്തിയതിനാൽ ദൈവനീതിയുടെ കരത്തെ എനിക്ക് എത്ര സമയം പിടിച്ചു നിർത്താൻ കഴിയും? ഈ വിപ്ലവം അനുദിനം വർദ്ധിച്ചു വരുന്നു. എത്ര രാഷ്ട്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു?
എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു. അസംഖ്യം പേർ അനിർവചനീയമായ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും. ക്ഷാമം, അഗ്നി, വൻ നാശം ഇവയാണ് മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ശിക്ഷ കൊണ്ടുവരുന്നത്. സ്നേഹപുത്രന്മാരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടിയന്തിരമായ അഭ്യർത്ഥന ശ്രവിക്കുക. എൻ്റെ വിമല ഹൃദയം വിറച്ചു പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ വിധി നിമിത്തം ഞാൻ വ്യഗ്രത അനുഭവിക്കുന്നു. പ്രാർത്ഥനായോഗങ്ങൾ. അധികം പ്രാർത്ഥിക്കുക. പരിശുദ്ധ ജപമാല ചൊല്ലിക്കൊണ്ട് എന്നോടുകൂടെ പ്രാർത്ഥിക്കുക. സമയം ഹ്രസ്വമാക്കപ്പെടാനും എൻ്റെ മക്കളിൽ ഭൂരിപക്ഷവും നിത്യമായി രക്ഷിക്കപ്പെടുവാനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രായശ്ചിത്തം ചെയ്യുക. ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോയിട്ടുള്ളവർ ക്ലേശങ്ങൾ വഴി മാനസാന്തരപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സംശയമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. പിതാവ് നിങ്ങളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും നിങ്ങൾക്കാവശ്യമായവയെല്ലാം നൽകുകയും ചെയ്യുന്നു. നാശത്തിനും അവിശ്വസ്തതയ്ക്കും വിപ്ലവത്തിനും അശുദ്ധിക്കും നിരീശ്വരത്വത്തിനും രോഗത്തിനും ഉപാധിയത്രേ ക്ലേശങ്ങൾ. ഇപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്നോടുകൂടെ സശ്രദ്ധം ചൊല്ലുന്ന ജപമാലകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ കഷ്ടതകളും പ്രായശ്ചിത്ത പ്രവൃത്തികളും കൂടി എനിക്കർപ്പിക്കുക. പാപികളുടെ മാനസാന്തരത്തിനായി നിങ്ങളുടെ സഹനവും പ്രായശ്ചിത്ത പ്രവൃത്തികളും ഞാൻ ആവശ്യപ്പെടുന്നു. ഏറ്റവും വലിയ വിപ്ലവകാരികളും വളരെ അകലെ ആയിപ്പോയവരും ദൈവത്തിലേക്ക്, ഒരു പിതാവിൻ്റെ കരുണാർദ്രമായ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവൃത്തികളും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നാം ഒന്നിച്ച് സ്നേഹത്തിൻ്റെ ഒരു വല നെയ്തുണ്ടാക്കും. അത് ലോകം മുഴുവൻ ആവരണം ചെയ്യുന്നതിനും അതിനെ രക്ഷിക്കുകയും ചെയ്യും. ഈ വിധത്തിൽ വഴിപിഴച്ചു പോയ എല്ലാവരെയും രക്ഷയ്ക്ക് വേണ്ടി എൻ്റെ മാതൃസഹജവും പരമവുമായ ഇടപെടൽ സർവത്ര വ്യാപിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ഫെബ്രുവരി 2, 1980, 193 ദൈവമഹിമയ്ക്കായി നിങ്ങൾ ആത്മാർപ്പണം ചെയ്യുക. സ്നേഹസുതരേ, നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളെയെല്ലാം ഇന്ന് അവളുടെ വിമല ഹൃദയത്തിൽ കർത്താവിന് സമർപ്പിക്കട്ടെ. നിങ്ങളുടെ പ്രതിഷ്ഠ വഴി എത്ര പൂർണ്ണമായി നിങ്ങൾ എനിക്ക് സമർപ്പിച്ചുവോ അത് ഫലപ്രദമായി എനിക്ക് എൻ്റെ മാതൃപ്രവർത്തനം നിങ്ങളുടെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഉപരിമഹിമയ്ക്കായി നിങ്ങളെ അർപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുവാൻ കഴിയും. മോസസിൻ്റെ നിയമമനുസരിച്ച് ജെറുസലേമിലെ ദേവാലയത്തിൽ എൻ്റെ ഉണ്ണിയേശുവിനെ ആദ്യമായി ഞാൻ അർപ്പിച്ചു. എൻ്റെ പ്രിയമക്കളെ, ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ മകൻ യേശുവിൻ്റെ തിരുമനസ്സിനനുസരിച്ച് സമർപ്പിക്കണം. യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളെ എനിക്ക് ഭരമേൽപ്പിച്ചിട്ടുണ്ടല്ലോ. കുരിശൻ ചുവട്ടിൽ യേശുവിൻ്റെ ചിത്തപ്രകാരം ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ അമ്മയായി തീർന്നു. അമ്മ എന്ന നിലയിൽ എൻ്റെ കടമ നിങ്ങളെ ദൈവത്തിൻ്റെ പൂർണ്ണ മഹിമയ്ക്ക് അർപ്പിക്കുന്നതല്ലെങ്കിൽ പിന്നെ എന്താണ്? പിതാവിൻ്റെ മഹിമയ്ക്ക് നിങ്ങളെ ഞാൻ അർപ്പിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവിൽ തൻ്റെ സൃഷ്ടിയിൽ വെച്ച് പരമവിശിഷ്ടമായ ഈ സൃഷ്ടിയിൽ മാസ്റ്റർ പീസ് ഓഫ് ഹിസ് ക്രിയേഷൻ പിതാവ് തൻ്റെ മഹത്തായ രൂപരേഖ മുദ്രണം ചെയ്തു. അതുതന്നെ കൂടുതൽ ഉജ്ജ്വലപ്രഭയോടെ നിങ്ങളുടെ ആത്മാക്കളിലും വീശുന്നതിന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇപ്രകാരം തൻ്റെ കുഞ്ഞുമക്കളായ നിങ്ങളിൽ നിന്ന് തൻ്റെ പൂർണ്ണസ്തുതി ഇന്ന് സ്വീകരിക്കുന്നതിന് അവിടുത്തേക്ക് കഴിയും. പുത്രൻ്റെ മഹിമയ്ക്കായി ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. സഹോദരന്മാരായ നിങ്ങളിൽ തൻ്റെ സ്വന്തം ഛായ സാക്ഷാത്കരിച്ച് കാണുന്നതിന് അവൻ ആഗ്രഹിക്കുന്നു. തൽഫലമായി നിങ്ങളിലൂടെ ഒരിക്കൽ കൂടി സ്നേഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സഹിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അവന് കഴിയും. പിതാവിന് നിങ്ങളെ പൂർവോപരി മഹിമ പ്രാപിക്കുന്നതിന് ഇതുമൂലം സംഗതിയാവുകയും ചെയ്യും. ഇപ്രകാരം പുത്രൻ നിങ്ങളിലൂടെ ഒരിക്കൽ കൂടി പൂർണ്ണമായി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മഹിമയ്ക്ക് നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ദൈവിക ജീവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നതിനും എരിയുന്ന സ്നേഹത്തിൻ്റെയും തീഷ്ണതയുടെയും ജ്വാല നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിനും തദ്വാര തൻ്റെ നിർമ്മല പ്രകാശം സർവത്ര പരക്കുന്നതിനും വേണ്ടി അവിടുന്ന് നിങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നു. തൻ്റെ മണവാട്ടിയുടെ മാതൃഹസ്തങ്ങളിൽ നിങ്ങളെ കാണുമ്പോൾ അവിടുന്ന് അവളുടെ ഛായ നിങ്ങളിൽ പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ട് അവളുമായി അവിടുന്ന് സമ്പർക്കം പുലർത്തിയതുപോലെ നിങ്ങളിലേക്കും പൂർണ്ണമായി വരുന്നതിനും നിങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിനും ആകർഷിക്കപ്പെടുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പിതാവിൻ്റെയും പുത്രൻ്റെയും ദാനമെന്ന നിലയിൽ കൂടുതലായി നിങ്ങൾക്ക് നൽകപ്പെടുന്നു. എൻ്റെ വിമല ഹൃദയമാകുന്ന ദേവാലയത്തിൽ ഇന്ന് നിങ്ങളെ എല്ലാവരെയും എത്രയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹിമയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. പാപപരിഹാരത്തിൻ്റെ അടയാളമായി, മാതൃപ്രാർത്ഥനയുടെ അടയാളമായി,
പൂർണ്ണ മഹത്വീകരണത്തിൻ്റെ അടയാളമായി ഞാൻ നിങ്ങളെ കാഴ്ച അർപ്പിക്കുന്നു. തദ്വാര മാർഗഭ്രംശം വന്നുപോയ ഈ പാവപ്പെട്ട മനുഷ്യവർഗത്തെ ദൈവം സ്വീകരിക്കും. തൻ്റെ കരുണാസമ്പന്നമായ സ്നേഹത്തിൻ്റെ മഹാശക്തിയാൽ നിങ്ങളുടെ പാപപ്രായശ്ചിത്ത കാഴ്ചകൾ അർപ്പിക്കുന്ന വഴി ശുദ്ധീകരിക്കപ്പെട്ട ലോകത്തിൻ്റെ സഹായത്തിനായി അവിടുന്ന് വരികയും ചെയ്യും. ഈ വിധം കർത്താവിൻ്റെ അരൂപിയാൽ ഭൂമുഖം മുഴുവൻ നവീകരിക്കപ്പെടും. ഫെബ്രുവരി 11, 1980, 194. എൻ്റെ അമലയായ ഉടയാടയ്ക്കു കീഴിൽ. കാരുണ്യത്തിൻ്റെ കണ്ണുകളോടെ പ്രിയ സുതരെ നിങ്ങളെ ഞാൻ നോക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങളെ ഓരോരുത്തരെയും പിന്തുടരുന്ന നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ നോട്ടമാണിത്. എൻ്റെ മാതൃവീക്ഷണം ഇന്ന് നിങ്ങളുടെ മേൽ സവിശേഷ ആനന്ദത്തോടെ പതിക്കുകയും നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും എൻ്റെ അമലമായ ഉടയാടയുടെ കീഴിൽ സമാധാനത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് ആകർഷിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. സ്നേഹത്തിൽ കൂടുതൽ നിങ്ങൾ വളർന്ന് നിങ്ങൾ പരസ്പരം യഥാർത്ഥത്തിൽ ഒന്നായിത്തീരുന്ന അവസ്ഥ വരെ ആകുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പുത്രൻ്റെ ഏറ്റവും ഉത്കടമായ ആഗ്രഹമനുസരിച്ച് അവിടുന്ന് അവസാനമായി നിങ്ങൾക്ക് തന്ന പ്രമാണത്തെ, ഓ പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ഒന്നായിരിക്കണമേ എന്ന പ്രമാണത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഈ വിധം അവൻ സമർപ്പിക്കാൻ എനിക്ക് കഴിയും. ഈ ലക്ഷ്യം ഓരോ ദിവസവും നിങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയത്തിലല്ലാതെ മറ്റെവിടെയാണ് സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്? അവളാകട്ടെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു, നിങ്ങളെ നയിക്കുന്നു, സമ്മേളിപ്പിക്കുന്നു, ഐക്യപ്പെടുത്തുന്നു. പാപത്തിൽ നിന്നും അതിൻ്റെ ദുഷ്ടഫലത്തിൽ നിന്നും നിങ്ങളെ സൗഖ്യമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൗർബല്യ ബോധവും നിങ്ങളെ എപ്പോഴും ഭഗ്നാശരും നിരാശരുമാക്കി തീർക്കുന്ന ചഞ്ചലസ്ഥിതിയും പാപത്തിൻ്റെ ഫലമാണ്. നിങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന തിന്മയുടെ ബലിയാടുകളായി തീരുമോ എന്ന സന്ദേഹവും ഭയവും, നിങ്ങൾ ഇത്ര ദുർബലരും അരക്ഷിതരുമാണെന്ന ബോധവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ അമലമായ തിരുവസ്ത്രത്തിൻ്റെ കീഴിൽ ജീവിച്ചാൽ നിങ്ങൾ വീണ്ടും പാപം ചെയ്യുകയില്ല. ഇവിടെ ഞാൻ നിങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തുന്നു. നിങ്ങളുടെ വേദനാജനകമായ വ്രണങ്ങളിൽ ഞാൻ സുഗന്ധ തൈലം പൂശുന്നു. പോഷിപ്പിക്കുന്ന ആഹാരം നിങ്ങൾക്ക് ഞാൻ തരുന്നു. എൻ്റെ ഏറ്റവും മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങളെ ഞാൻ അണിയിക്കുന്നു. മാതൃസ്ഥൈര്യത്തോടെ നിങ്ങളെ ഞാൻ വാർത്തെടുക്കുകയും പരിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഉടയാടയുടെ കീഴിൽ അഭയം പ്രാപിക്കുന്നതിന് എൻ്റെ എല്ലാ മക്കളെയും, വിശിഷ്യ യേശുവിൽ നിന്നും എന്നിൽ നിന്നും വളരെ അകന്നു പോയവരെ, ഇന്നേ ദിവസം ഞാൻ നിങ്ങളിലൂടെ വിളിക്കുന്നു. ഇക്കൂട്ടർ ഇപ്പോഴുണ്ടായ കൊടുങ്കാറ്റിനാൽ സംഭവിക്കപ്പെടുന്നതിന് സമ്മതിച്ചു. ഇപ്പോൾ ഇവർ വലിയ വിപത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇക്കാരണത്താൽ ഇവർക്ക് എൻ്റെ സ്വന്തം മാതൃസഹായത്തിൻ്റെ ആവശ്യകത വളരെയധികമുണ്ട്. ആകയാൽ ആരും നിരാശപ്പെടാതിരിക്കട്ടെ. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന വിചാരം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങളുടെ അമലോത്ഭവയായ മാതാവിൻ്റെ സ്നേഹം എല്ലാവരിലും ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഇത്രയും ദിവസം നമ്മളെ കരം പിടിച്ച് നടത്തി. നമ്മളെല്ലാം ഒരു കൂട്ടായ്മയുടെ ഭാഗമായി തീരാൻ കർത്താവ് അനുഗ്രഹിച്ചു. ഈശോയാണ് ആ കൂട്ടായ്മയുടെ തലവൻ. പരിശുദ്ധ അമ്മയാണ് ആ കൂട്ടായ്മയുടെ സൈന്യാധിപ. അന്ത്യകാലഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. അമ്മ പറഞ്ഞതുപോലെ കൂടുതൽ ജപമാലകൾ ചൊല്ലുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ സഹിക്കുകയും കൂടുതൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നത് തുടരാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ സ്തുതി, പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. പരിശുദ്ധ ത്രിത്വം എന്നും സ്തുതിക്കപ്പെടട്ടെ. എല്ലാ മഹിമയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.